അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ലോകത്തിൻ്റെ നേതാവ്, നമ്മുടെയൊക്കെ കരളിൻ്റെ കഷ്ണമായ ഹബീബുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ മാസത്തെ സ്വീകരിക്കാൻ നമ്മളൊക്കെ അങ്ങനെ സന്നദ്ധരായി കാത്തിരിക്കുകയാണ്. ധാരാളം സ്വലാത്തുകൾ ചൊല്ലി നമുക്ക് ആ മാസത്തെ വരവേൽക്കണം. ഇൻഷാ അല്ലാഹ് മാസം പ്രത്യക്ഷപ്പെട്ടാൽ മൗലിദികളുടെ ഈരടികൾ കൊണ്ട്, മദ്ഹിൻ്റെ വചനങ്ങൾ കൊണ്ട് അന്തരീക്ഷമാകെ നമുക്ക് മുഖരിതമാക്കണം. ആ ഹബീബിനെ ആത്മാർത്ഥമായി ഹൃദയം കൊണ്ട് മഹബത്ത് വെക്കണം, ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വെക്കണം. അവിടുത്തെ അല്ലാതെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള മറ്റൊരു സ്നേഹം വേറെ എന്താണ്? നമ്മുടെ അഹരിൽപ്പെട്ട ആരെങ്കിലും അവരൊന്നും സ്നേഹിക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ നാളെ ആഖിറത്തിലും ഉപകരിക്കുന്ന, തിരിച്ചു കിട്ടുന്ന സ്നേഹം, അത് ഹബീബിൻ്റെ സ്നേഹമല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടല്ലേ അവിടുന്ന് പഠിപ്പിച്ചത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള എല്ലാത്തിനേക്കാളും നിങ്ങളുടെ ഉള്ളിൽ എന്നോട് സ്നേഹം വരണം കേട്ടോ, എങ്കിലും നിങ്ങളുടെ ഈമാൻ പോലും പൂർണ്ണമാകൂ എന്ന് ഹബീബ് പഠിപ്പിച്ചല്ലോ. ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള സ്നേഹമാണ്. സിറാത്തിൻ്റെ വേളയിൽ ഞാനവിടെ ഉണ്ടാകുമെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ ഉമ്മത്ത് വിഷമിക്കുന്ന ഒരു ഘട്ടത്തിലും പ്രിയപ്പെട്ടവരെ ഹബീബ് നമ്മളെ രക്ഷപ്പെടുത്താതിരിക്കില്ല. അതാണ് നമ്മുടെ പ്രതീക്ഷ. നിങ്ങൾ ഈയാമ്പാറ്റകളെ പോലെ നരകത്തിലേക്ക് ഇങ്ങനെ തീൻ്റെ കത്തിച്ചു വെച്ച വിളക്കിൻ്റെ ചുറ്റും ഇങ്ങനെ പാറി നടക്കുന്ന ഈയാമ്പാറ്റകൾ, ഒരാൾ ആ പാറ്റകളൊക്കെ ആ തീയിലേക്ക് വീഴുന്നത് തടയാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അതുപോലെയാണ് ഞാൻ. നിങ്ങൾ നരകത്തിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ച് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും ഞാൻ. പക്ഷെ പലരും വഴുതി വീഴുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഹദീസിൽ. അത്രയും നമ്മളോട് സ്നേഹം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങളുടെ ശരീരത്തേക്കാൾ അവരോട് പ്രിയപ്പെട്ടത്, ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഹബീബാണ് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടല്ലേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂലെ, 3 കാര്യങ്ങളാണ് എനിക്ക് ദുനിയാവിലെ ഏറ്റവും പ്രിയപ്പെട്ടത്. 3 കാര്യങ്ങൾ കഴിഞ്ഞ് എനിക്ക് മറ്റുള്ളതുള്ളൂ. ഒന്ന് പറഞ്ഞത് അൽ ജുലൂസു ബൈന യദൈക. പ്രവാചകരെ, അങ്ങയുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കലാണ്, ഒന്നും ചെയ്യലൊന്നുമല്ല. അങ്ങയുടെ ആ സാന്നിധ്യം ആസ്വദിച്ച്, അങ്ങയുടെ ആ ചൂടേറ്റ്, അങ്ങയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ സിദ്ദീഖിന് ഏറ്റവും ഇഷ്ടമാണ് നബിയെ. അന്നദുറു ഇലാ വജ്ഹിക. രണ്ടാമത്, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൂർണ്ണചന്ദ്രനെ പോലും തോൽപ്പിക്കുന്ന സൗന്ദര്യത്തിൻ്റെ നിറകുടമായ അങ്ങയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കലാണ് റസൂലെ. മൂന്നാമത്, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇൻഫാഖു മാലി അലൈക. എൻ്റെ സമ്പത്ത് മുഴുവൻ അങ്ങേക്ക് വേണ്ടി ചെലവഴിക്കലാണ്. അഥവാ അങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഈ ദുനിയാവിൽ എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് പറയാനുള്ളൂ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹബീബായ മുത്തുനബിയുടെ അടുത്തേക്ക് ഒരു സ്വഹാബി വര്യൻ കടന്നു വന്നല്ലോ. അദ്ദേഹത്തിൻ്റെ സ്നേഹം റസൂലുള്ളാഹി അറിയിച്ചു. മുത്തുനബിയെ, എൻ്റെ ശരീരത്തേക്കാൾ, എൻ്റെ മാതാപിതാക്കളെക്കാൾ, എൻ്റെ ഭാര്യ സന്താനങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെയാണ്. ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത്, എൻ്റെ ഭാര്യ സന്താനങ്ങൾ മക്കളോടൊപ്പമൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങയെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ ഒരു നിമിഷം പോലും ആ രസത്തിൽ പിന്നെ എനിക്കിരിക്കാൻ കഴിയില്ല. എൻ്റെ വീട്ടിൽ എനിക്കിരിക്കാൻ കഴിയില്ല. ഉടനെ ഞാൻ മദീനയിലേക്ക്, അങ്ങയെ കാണാൻ മദീന പള്ളിയിലേക്ക് വരും, അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് വരും ഞാൻ. ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് റസൂലുള്ളാഹിനോടൊരു സ്നേഹം പങ്കുവച്ച സ്വഹാബി വരും. അദ്ദേഹം ഒരു ആശങ്ക കൂടി പ്രകടിപ്പിച്ചല്ലോ. അങ്ങനെ ഇരിക്കെ, റസൂലെ, അങ്ങയുടെയും എൻ്റെയും ഒക്കെ മരണം ഞാനൊന്നിങ്ങനെ ആലോചിച്ചു പോയി. അങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ഞാൻ പേടിച്ചു, നബിയെ, അങ്ങൊക്കെ മരണപ്പെട്ട് സ്വർഗത്തിൽ അമ്പിയാക്കന്മാരോടൊക്കെ കൂടെ ഉന്നതമായ സ്ഥാനത്തായിരിക്കുമല്ലോ. പക്ഷേ ഈ പാവപ്പെട്ട ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ തന്നെ പ്രവാചകരെ, അങ്ങേ എനിക്ക് കാണാൻ കഴിയുമോ? അങ്ങ് ഉന്നതമായ സ്ഥാനത്തല്ലായിരിക്കും. എനിക്കങ്ങയെ കാണാൻ കഴിയുമോ നബിയെ? ഇതെന്നെ വല്ലാത്ത ടെൻഷനാക്കുന്നു നബിയെ. ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ റസൂൽ ഒരു മറുപടിയും കൊടുത്തില്ല എന്നാണ്. ഉടനെ
ആയത്തുമായി മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നല്ലോ പ്രിയപ്പെട്ടവരെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയത്തോതി കൊടുത്തു, വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖാ എന്ന ആയത്തിറങ്ങി. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിറങ്ങി. പറഞ്ഞല്ലോ, അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ടവൻ ഒരു പേടിയും പേടിക്കണ്ട. അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ചെയ്ത കൊടുത്ത പ്രവാചകന്മാരോടും സുദ്ദീഖീങ്ങളോടും ശുഹദാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെയായിരിക്കും നാളെ. ഒരു ടെൻഷനും വിചാരിക്കേണ്ട പ്രിയപ്പെട്ട സ്വഹാബി വര്യ എന്ന ആശയമുള്ള വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തിറങ്ങിയല്ലോ. അതാണ് റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ, അവിടുത്തെ ഇത്തിബാഅ് ചെയ്താൽ, അവിടുന്ന് കാണിച്ചു തന്ന മാർഗങ്ങൾ പിൻപറ്റി മുന്നോട്ട് പോയാൽ പ്രിയപ്പെട്ടവരെ നാളെ സുഖലോക സ്വർഗത്തിൽ അവിടുത്തോടൊന്ന് വെച്ച് ഒരുമിക്കാൻ നമുക്ക് കഴിയുമല്ലോ. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ചിന്തിക്കണം. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിൻ്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന സന്ദർഭത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. റസൂലിനോട് സലാം പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടുത്തേക്ക് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, വഹിയൊക്കെ അവസാനിക്കുകയാണ്, ദുനിയാവിലേക്ക് ഇനി എനിക്ക് വരേണ്ട സാഹചര്യങ്ങളില്ല. ഞാൻ അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങല്ലാത്ത ഒരാവശ്യം എനിക്ക് ഈ ദുനിയാവിലില്ല നബിയെ. ഒമാലി ഫീഹാ ഹാജത്തുൻ ഇല്ലാ ഹുദൂറുക്, അങ്ങയുടെ അടുത്ത് വന്നിരിക്കലല്ലാതെ ഒരാവശ്യവും എനിക്ക് ഈ ദുനിയാവിൽ ഇല്ല റസൂലേ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ്, എനിക്ക് വഹിയൊക്കെ നിന്നുപോയി, എനിക്ക് ഭൂമിയിലേക്ക് അങ്ങേ ആസ്വദിക്കാനും അങ്ങയുടെ അടുത്ത് വന്നിരിക്കാനൊക്കെയാണ് ജിബ്രീലാകുന്ന ഞാൻ പോലും വന്നിരുന്നത്. ഇനി അങ്ങനത്തെ ഒരാവശ്യം എനിക്കില്ലല്ലോ, ദുനിയാവിലേക്കില്ല, എൻ്റെ മടക്കം ഇനിയില്ലല്ലോ എന്ന് പറഞ്ഞ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ പോലും വേദനിച്ചു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ ആഴത്തിൻ്റെ പ്രകടനങ്ങളാണതൊക്കെ. നമുക്കും ആത്മാർത്ഥമായി മുത്തനബിയെ സ്നേഹിക്കണം. റസൂലുള്ളാഹിക്ക് വുളൂ എടുക്കാനുള്ള വെള്ളമൊക്കെ രാത്രി കൊണ്ടുവന്നിരുന്ന സ്വഹാബി, ആ സ്വഹാബിയോട് റസൂല് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോളി, അത് ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞ് നിങ്ങൾക്ക് വാങ്ങിത്തരാം. ആ സ്വഹാബി വര്യന് സമ്പത്ത് ചോദിക്കാമായിരുന്നു, സ്ഥാനമാനങ്ങൾ ചോദിക്കാമായിരുന്നു, ദുനിയാവിൻ്റെ മറ്റു സുഖ സൗകര്യങ്ങളൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം ചോദിച്ചത്, റസൂലേ, സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള സഹവാസമാണ് ഈ പാവപ്പെട്ടവന് വേണ്ടത്. സ്വർഗം പോലുമല്ല എനിക്ക് വേണ്ടത്. സ്വർഗം കിട്ടിയാലും എനിക്കൊന്നും ആസ്വദിക്കാൻ കഴിയില്ല. സ്വർഗത്തിൽ അങ്ങയോടൊപ്പമല്ലാത്തൊരു സ്വർഗം പോലും എന്തിനാണ്? സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള സഹവാസമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സ്വഹാബത്ത്. ഇൻഷാ അല്ലാഹ് നമുക്കും ആ മുത്ത് നബി ആത്മാർത്ഥമായ മഹബ്ബത്ത് വെക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.